Hello guys, hi, good morning students. അപ്പോൾ നമ്മൾ ഇന്ന് ലൈവ് സെക്ഷൻ ആണ് ആക്ച്വലി പ്ലാൻ ചെയ്തിരുന്നത് മെഡിക്കൽ സർജിക്കൽ നഴ്സിംഗ് മോണിന്റെ ഡേ 5 ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ആണ്. അപ്പോൾ ഓൾറെഡി 4 ക്ലാസ്സുകളിൽ നമ്മൾ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ നടത്തിയതിൽ നമ്മൾ ഓൾറെഡി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് കുറേ ഞാൻ അതിനകത്ത് പറഞ്ഞു തന്നു. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഇന്നൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തിട്ട്, അതായത് ഞാൻ എപ്പോഴും കുട്ടികളടുത്ത് പറയുന്നതാണ്, നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഇഫ് യു ഡിൻ കവർ ദ സിലബസ്, ഓക്കെ, അതായത് നിങ്ങളുടെ സിലബസ് അനുസരിച്ച് നിങ്ങൾ എല്ലാ ടോപ്പിക്സും കവർ ചെയ്തില്ല എങ്കിൽ പോലും നിങ്ങൾക്ക് നല്ല മാർക്കോടെ പാസ്സാകാനുള്ള ആഗ്രഹം ഉണ്ടെങ്കിൽ, അതിന് തയ്യാറാണെങ്കിൽ, അതിന് ശ്രമിക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾ പ്രീവിയസ് ഇയേഴ്സിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുക്കുക. ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുത്തിട്ട് അതിലുള്ള ഓരോ ക്വസ്റ്റ്യനും, ഇപ്പം നമുക്കിപ്പോൾ പ്രീവിയസ് ഇയേഴ്സിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുക്കുമ്പോൾ അതിനകത്ത് മെഡിക്കൽ സർജിക്കൽ നഴ്സിംഗ് കംപ്ലീറ്റ്ലി ഉള്ള ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. പക്ഷേ നിങ്ങൾക്ക് മെഡിക്കൽ സർജിക്കൽ നഴ്സിംഗ് പകുതി മാത്രമേ, 1 എന്നുള്ള പാർട്ട് മാത്രമേ നിങ്ങൾ ഇപ്പോൾ പഠിക്കുന്നുള്ളൂ. 2 നെക്സ്റ്റ് സെമ്മിലാണ് പഠിക്കുന്നത്. സോ ആസ് പെർ യുവർ സിലബസ് വാട്ട് ആർ ദ സിസ്റ്റംസ് ആർ യു ആർ സ്റ്റഡിങ്, ബേസ്ഡ് ഓൺ ദാറ്റ് യു ജസ്റ്റ് സീ ദ ക്വസ്റ്റ്യൻസ് ആൻഡ് സെലക്ട് ദ ക്വസ്റ്റ്യൻ. ഓക്കെ, ദാറ്റ് പർട്ടിക്കുലർ ടോപ്പിക്സ് യു കംപ്ലീറ്റ്ലി കവർ ഇറ്റ്. ആ ഒരു പർട്ടിക്കുലർ ടോപ്പിക്കിൽ എന്തൊക്കെ നിങ്ങൾക്ക് പഠിക്കാം, ഈവൻ 2 മാർക്ക് ക്വസ്റ്റ്യൻ ആയിരിക്കാം, 5 മാർക്ക് ക്വസ്റ്റ്യൻ ആയിരിക്കാം, 15 മാർക്ക് ക്വസ്റ്റ്യൻ ആയിരിക്കാം, വാട്ട് എവർ ഇറ്റ് ഈസ്, യു ജസ്റ്റ് കവർ ഓൾ ദ ഡീറ്റെയിൽസ് അബൌട്ട് ദാറ്റ് പർട്ടിക്കുലർ ടോപ്പിക്. ഓക്കെ, ആ എന്ത് കാര്യമായാലും, ഇപ്പോൾ സപ്പോസ് ഒരു 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ, 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ് ഡയബറ്റീസ് മെലിറ്റസിനെ കുറിച്ച് ചോദിച്ചു എന്ന് വിചാരിക്കുക. പക്ഷേ ഡയബറ്റീസ് മെലിറ്റസ് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ്സ് എ ബിഗ് ടോപ്പിക് ആൻഡ് ഇറ്റ് ക്യാൻ ബി ആസ്ക്ഡ് ഫോർ 15 മാർക്ക് ഓൾസോ. ഓക്കെ, സോ മെനി ടൈംസ് ദേ ആസ്ക്ഡ് ഫോർ എസ്സേസ് ഡയബറ്റീസ് മെലിറ്റസ് എന്ന്. അപ്പോൾ ആ പഠിക്കുമ്പോൾ ആ ടോപ്പിക്ക് ഫോക്കസ് ചെയ്ത് ആ ടോപ്പിക്ക് കംപ്ലീറ്റ് ആയിട്ട് പഠിക്കുക. സോ ഇറ്റ് ഈസ് എൻ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്, സോ ഇറ്റ് മേ ആസ്ക് നെക്സ്റ്റ് ടൈം ഓൾസോ. ഓക്കെ, സോ അങ്ങനെ ഒരു കൺസിഡറേഷൻ കൊടുത്ത് നന്നായിട്ട് ആ ടോപ്പിക്ക് പഠിച്ച് പോകുക. സോ ഇഫ് യു ആർ റെഡി ടു കവർ 10 years പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, യു വിൽ ഗെറ്റ് നൈസ് മാർക്ക്, ഗുഡ് മാർക്സ് ഇൻ യുവർ എക്സാം. ഓക്കെ, അപ്പോൾ ആ രീതിക്കാണ് പഠിക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഒരു പ്രീവിയസ് ഇയേഴ്സിലുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. അതിന് മുമ്പേ നമുക്ക് ഓൾറെഡി ഞാൻ നമ്മുടെ ക്രാഷ് കോഴ്സിനെ കുറിച്ച് പറഞ്ഞിരുന്നു. 60 ഡേയ്സിൻ്റെ ക്രാഷ് കോഴ്സ് ഏപ്രിൽ 20 സ്റ്റാർട്ട് ചെയ്ത് ഓൾമോസ്റ്റ് ടോപ്പിക്സ് എല്ലാം ഫിനിഷായി വരികയാണ്. ഇനി കുറച്ച് മൈക്രോബയോളജി, ഇൻഫെക്ഷൻ കൺട്രോളിൽ കുറച്ച് ടോപ്പിക്സ് ഉണ്ട്. അതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷൻസ് എല്ലാം നമ്മൾ ഫിനിഷ് ചെയ്തു. കുറച്ച് അല്ലാത്ത പോർഷൻസ് നമ്മുടെ ഈ ഒരു ക്വസ്റ്റ്യൻ ഡിസ്കഷൻ്റെ സമയത്ത് ബാക്കിയുള്ള പോർഷൻസ് കൂടെ കവർ ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ ആർക്കെങ്കിലും ബുദ്ധിമുട്ടുകൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ, ഇനി നമുക്ക് കുറച്ച് സമയമുള്ളൂ നിങ്ങൾക്ക് എക്സാമിന് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി രാജീവ് യൂണിവേഴ്സിറ്റിക്കാർക്ക്. ബട്ട് ഇറ്റ് ഈസ് യൂസ്ഫുൾ ഫോർ ഓൾ യൂണിവേഴ്സിറ്റി നഴ്സിംഗ് സ്റ്റുഡൻസ്. നമ്മുടെ ഇന്ത്യയിലുള്ള ഏത് യൂണിവേഴ്സിറ്റിയിലുള്ള സ്റ്റുഡൻസിനും യൂസ്ഫുൾ ആണ്. റെക്കോർഡഡ് ക്ലാസ്സസ് അവൈലബിൾ ആണ്. ദോസ് ആർ ഇൻട്രസ്റ്റഡ് ഓർ മേ ബി സപ്ലിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉള്ളവരാണെങ്കിൽ, എക്സാം ഫെയിലായവരാ എന്തെങ്കിലും ആണെങ്കിൽ, അത് വീണ്ടും പഠിക്കണം അങ്ങനെയുള്ള കുട്ടികളുണ്ട്, റിക്വയർമെൻറ്റ് ഉണ്ടെങ്കിൽ, യു ക്യാൻ കോൺടാക്ട് us. ദിസ് ഈസ് ദ നമ്പർ 8891112797. You can message it, and otherwise if you are interested directly, you fixed to join means you can pay the amount. Okay, amount pay ചെയ്ത് ഗൂഗിൾ പേയിൽ പേയ്മെൻറ്റ് ചെയ്തിട്ട് അതിൻ്റെ സ്ക്രീൻഷോട്ട് ഈ നമ്പറിലോട്ട് അയച്ചു കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ അടുത്ത് അഡ്മിഷൻ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യും. നിങ്ങൾക്ക് എത്ര മന്ത്സ് ആണോ നിങ്ങൾക്ക് ആവശ്യമുള്ളത് അതനുസരിച്ച് ക്ലാസ്സിൻ്റെ റെക്കോർഡ് ക്ലാസ്സസ്, ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് എല്ലാം തന്നെ കംപ്ലീറ്റ് മെറ്റീരിയൽസ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഈ നമ്പറിലോട്ട് മെസ്സേജ് ചെയ്താൽ മതി, 8891112797. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇന്ന് ഞാൻ എടുത്തിരിക്കുന്നത് പഴയ ഒരു 2017 നടന്ന ഒരു എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ഞാൻ ആക്ച്വലി അതിൻ്റെ ക്വസ്റ്റ്യൻ്റെ അതേ പാറ്റേണിൽ തന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് റീനൽ കാൽക്കുലേറ്ററെ കുറിച്ചായിരുന്നു. പക്ഷേ നമ്മളുടെ മെഡിക്കൽ സർജിക്കൽ നഴ്സിംഗിൽ ഈ ഒരു ക്വസ്റ്റ്യൻ പഠിക്കുന്നില്ല, ഈ ഒരു ടോപ്പിക്ക് പഠിക്കുന്നില്ല. നെക്സ്റ്റ് സെമ്മിലാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ നെക്സ്റ്റ് സെമ്മിൽ പഠിക്കുമ്പോൾ നമുക്കിത് നോക്കാം. അപ്പോൾ ഇന്ന് നമ്മളിവിടെ ആദ്യം പഠിക്കാൻ പോകുന്നത്, ഇവിടെ നോക്കുക, നിങ്ങൾ ക്വസ്റ്റ്യൻ വരുമ്പോഴും ഇവിടെ 10 മാർക്കിനായിരുന്നു പണ്ട് ക്വസ്റ്റ്യൻസ്. പക്ഷേ നിങ്ങൾക്കിപ്പോൾ അങ്ങനെയല്ല, 15 മാർക്കിനാണ് എസ് എ ക്വസ്റ്റ്യൻസ് വരുന്നത്. റിപ്പീറ്റഡ്ലി 15 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ചോദിക്കാൻ ചാൻസ് അല്ല, അല്ലെങ്കിൽ 10 മാർക്കിന് മുന്നേ 10 മാർക്കിന്, ഇപ്പം നിങ്ങൾക്ക് 15 മാർക്കിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യനാണ് ഡയബറ്റീസ് മെലിറ്റസ്. ഓക്കെ, ഈ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിക്കാം. നമ്മുടെ ക്രാഷ് കോഴ്സിലുള്ള കുട്ടികൾക്ക് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ക്ലാസ്സിൽ ഡയബറ്റീസ് മെലിറ്റസ് എടുത്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ നോട്ട്സ് ഉൾപ്പെടെ ഞാൻ അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. എന്തായാലും നന്നായിട്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അതിലേത് ടോപ്പിക്ക് വേണമെങ്കിലും എക്സാമിന് ചോദിക്കാവുന്നതാണ്. 2 മാർക്ക്, 1 മാർക്ക്, 5 മാർക്ക്, 15 മാർക്ക്, എനി ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ക്യാൻ ബി ആസ്ക്ഡ്. അപ്പോൾ ഇവിടെ നമുക്കൊരു സാമ്പിൾ ക്വസ്റ്റ്യൻ വായിക്കാം. മിസ്റ്റർ ബസവരാജ്, 55 years ഓൾഡ് മെൻ. ഓക്കെ, 55 years ആയിട്ടുള്ള ഒരു വയസ്സായ ഒരു മനുഷ്യനാണ് ബസവരാജ്. അഡ്മിറ്റഡ് ടു ദ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു വിത്ത് ദ ഡയഗ്നോസിസ് ഓഫ് ഡയബറ്റീസ് മെലിറ്റസ്. എന്തായിട്ടാണ് അഡ്മിറ്റ് ചെയ്തത്? ഡയബറ്റീസ് മെലിറ്റസ് കൺഫേം ചെയ്താണ് പേഷ്യൻറ്റിനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തത്. ദാറ്റ് ഈസ് എ സിറ്റുവേഷൻ. ഓക്കെ, നെക്സ്റ്റ് ആണ് നമ്മുടെ എ പാർട്ട്, ബി പാർട്ട്, സി പാർട്ട് എന്ന ക്വസ്റ്റ്യൻ വരുന്നത്. ഇവിടെ എയും ബിയും മാത്രമേ ഉള്ളൂ. ഇറ്റ് മേ ബി ആസ്ക്ഡ് ഫോർ സി പാർട്ട് ഓൾസോ. ഓക്കെ, ചിലപ്പോൾ സമയത്ത് സി പാർട്ട് നഴ്സിംഗ് കെയർ പ്ലാൻസ് ആണ് യൂഷ്വലി ചോദിക്കാറുള്ളത്. നഴ്സിംഗ് കെയർ പ്ലാൻ ഫോർ ദ പർട്ടിക്കുലർ ഡിസീസ്. ഓക്കെ, ചിലപ്പോൾ ചോദിക്കാം. അപ്പോൾ എ എന്ന് പറയുന്നത് എക്സ്പ്ലെയിൻ ദ ടൈപ്സ് pathophysiological changes
ഇൻ ഡയബറ്റിസ് മെൽറ്റസിന്റെ ടൈപ്പ്. അപ്പം നമുക്ക് ആദ്യമേ നമുക്ക് ടൈപ്സിലോട്ട് പോകാൻ പറ്റുമോ? ഇല്ല. ഡയബറ്റിസ് മെൽറ്റസ് എന്തെന്ന് നമ്മൾ ആദ്യം അവിടെ ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കണം. ബിക്കോസ് ഇറ്റ് ഇസ് എ 15 മാർക്ക് ക്വസ്റ്റ്യൻ. ഓക്കെ, 15 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആകുമ്പോൾ നമ്മൾ അവിടെ ഒരു ഇൻട്രൊഡക്ഷൻ, ഡയബറ്റിസ് മെൽറ്റസ് എന്ന് പറഞ്ഞ ഡെഫിനിഷൻ, അത് കഴിഞ്ഞിട്ട് അതിന്റെ ടൈപ്സ്, അത് കഴിഞ്ഞിട്ട് അവിടെ നിങ്ങൾക്ക് വേണമെങ്കിൽ കോസസ് വേണമെങ്കിൽ ഒന്ന് ജസ്റ്റ് ഷോർട്ടായിട്ട് ലിസ്റ്റ് ഔട്ട് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ടൈപ്സും പാത്തോഫിസിയോളജിക്കൽ ചേഞ്ചസും കൂടി ആകുമ്പോൾ അതാവുമ്പോൾ കറക്റ്റ് അത്രയും ആ ഒരു രീതിയിൽ എഴുതി കഴിഞ്ഞാൽ ഡെഫിനിഷൻ, ഇൻട്രൊഡക്ഷൻ, ഡെഫിനിഷൻ, അടുത്തെന്താ ടൈപ്സ്, കോസസ് അല്ലെങ്കിൽ കോസസ്, ടൈപ്സ്, പാത്തോഫിസിയോളജി, ഇത്രയും ഒരുപാട് ഡീറ്റെയിൽ ആക്കേണ്ട അത്യാവശ്യം വേണ്ട. ഇവിടെ പറഞ്ഞിരിക്കുന്ന ടൈപ്സും പാത്തോഫിസിയോളജി ഡീറ്റെയിൽ ആയിട്ട് എഴുതുക. ബാക്കിയുള്ളത് ഷോർട്ട് ആയിട്ടെങ്കിലും മെൻഷൻ ചെയ്ത് പോയി കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി വട്ട് എവർ മാർക്സ് ഈസ് ദ അലോട്ടഡ് ഫോർ ദാറ്റ് പർട്ടിക്കുലർ പാർട്ട്, എ പാർട്ട്, they will give you completely. Maybe they will reduce or half mark. Okay, if you written nicely, if you written correct content. Okay, unless if you are not writing definition or causes, directly going for types and pathophysiology means you may get mark but you will not get full marks. Okay, അത് എത്ര മാർക്കിലോട്ട് ചിലപ്പോൾ 5 മാർക്കാണെങ്കിൽ ഏകദേശം ഒരു 2.5-3 മാർക്കിനകത്ത് മാത്രമേ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. ഈവൻ ദോ യു എക്സ്പ്ലെയിൻ നൈസ്ലി, they will not give complete mark. You have to introduce the topic, you have to put the definition because it is a 15 mark questions. Okay, nicely ഒരു നല്ലൊരു പ്രസന്റേഷൻ നല്ല രീതിയിൽ കൊടുക്കുക, എന്നാൽ മാത്രമേ നിങ്ങൾക്ക് അതിനുള്ള മാർക്ക്. സ്പീഡ് തന്നെ എഴുതി പോവുക. പ്രസന്റേഷൻ നല്ലതാണെന്ന് വിചാരിച്ചിട്ട് ഉരുട്ടി ഇരിക്കരുത്. സമയം പെട്ടെന്ന് തന്നെ നന്നായിട്ട് എഴുതി പോകാൻ ശ്രമിക്കുക കേട്ടോ. അതുപോലെ തന്നെ മെയിൻ ഹെഡ്ലൈൻസ് എല്ലാം ഡെഫിനിഷൻ, ഇൻട്രൊഡക്ഷൻ, ടൈപ്സ്, കോസസ്, പാത്തോഫിസിയോളജി എന്നുള്ള ആ ഒരു ഹെഡ്ലൈൻസ് എല്ലാം മേ ബി യു ഹാവ് ടൈം യു ക്യാൻ പുട്ട് അണ്ടർലൈൻ ഓൾസോ വിത്ത് പെൻസിൽ. Okay, with pencil or a black pen. If you are writing with blue pen, you put underline with a black pen, or else you can use pencils also. Okay, എന്തെങ്കിലും യൂസ് ചെയ്തിട്ട് അണ്ടർലൈൻ കൂടെ ചെയ്യാൻ ശ്രമിക്കുക. That is very useful to get a good appearance. Okay, good presentation. Okay, next നമുക്ക് അത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. അത് കഴിഞ്ഞിട്ട് പ്രിപ്പയർ എ പേഷ്യന്റ്, നെക്സ്റ്റ് പാർട്ടാണ് പ്രിപ്പയർ എ പേഷ്യന്റ് എഡ്യൂക്കേഷൻ പ്ലാൻ റിലേഷൻ ടു മോഡിഫിക്കേഷൻ ഓഫ് ലൈഫ് സ്റ്റൈൽ ആൻഡ് എക്സസൈസ്, ഡയറ്റ്, ഇൻസുലിൻ തെറാപ്പി, പ്രിവെൻഷൻ ഓഫ് കോംപ്ലിക്കേഷൻ. നമ്മൾ ബ്രണ്ണറിന്റെ ടെക്സ്റ്റ് ബുക്കിനകത്ത് ഇത് ഡീറ്റെയിൽ ആയിട്ട് വായിച്ചിട്ടുള്ള കാര്യമാണ്. നമുക്ക് അല്ലാതെ തന്നെ ഡയബറ്റിസ് മെൽറ്റസ് പഠിച്ചിട്ടുള്ളപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. ഡയബറ്റിസ് മെൽറ്റസ് കൺട്രോൾ ചെയ്യണമെങ്കിൽ, അത് കോംപ്ലിക്കേഷൻസ് വരാതിരിക്കണമെങ്കിൽ വി ഹാവ് ടു മോഡിഫൈ അവർ ലൈഫ് സ്റ്റൈൽ. അല്ല, നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ചേഞ്ചസ് നമ്മൾ വരുത്തേണ്ടിയിരിക്കുന്നു. ഇതെല്ലാം നമ്മൾ എന്ത് ചെയ്യണം? പേഷ്യൻസിന് പറഞ്ഞു കൊടുക്കണം. പേഷ്യൻസിന് ഡയബറ്റിസ് മെൽറ്റസ് കൺട്രോൾ ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ബ്ലഡ് ഷുഗറിന്റെ ലെവൽ കൺട്രോൾ ചെയ്യാൻ വേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, ലൈഫ് സ്റ്റൈലിൽ എന്തൊക്കെ ചേഞ്ചസ് വരുത്തണം, എക്സസൈസിൽ എന്തൊക്കെ ചേഞ്ചസ് വരുത്തണം, ഡയറ്റിൽ എന്തൊക്കെ ചേഞ്ചസ് വരുത്തണം. ഇഫ് യു ആർ having uncontrolled blood sugar level, you have to start with the insulin therapy, insulin injection, how to administer self administer insulin, adakka namakku paranju kodukam. Then how we can prevent complications, what are the possible complications for the diabetes mellitus and how we can prevent that complications. Everything we have to educate the patient. Okay, that is second part. These are all heading you can explain nicely. You will get, definitely you will get, like, don't go for paragraph wise, just put a heading and give bullet points. That is very useful because teachers, when they are correcting papers, no, it will be very useful for them and they can read easily. Okay, if you are confident in your answer, you go for bullet points, they will give nice mark. Okay, each heading you give, after that you can give bullet points, what are the points you want to give there. Okay, next maybe in the 15 mark question, next may be asked C part, that is nursing care plan. What are the nursing diagnoses, possible nursing diagnosis for the diabetes mellitus? You know the signs and symptoms of diabetes mellitus, no? So you can make the nursing diagnosis. As per the nursing diagnosis, you can plan care plan also. So some colleges, they may tell to put column and write nursing care plan like what is the assessment data, what is the nursing diagnosis, what is the goal, planning, implementation, evaluation. You should put make column and write online nursing diagnosis and write the planning and implementation. Like this you can make 2 or 3 column. Some colleges will be telling no need to put column, you just write the nursing diagnosis and you list down the intervention, what we can done, what can be done for the patient to solve that nursing diagnosis. അല്ലേ, അതൊന്ന് അതിന് വേണ്ടി എന്തൊക്കെ കെയർ നമുക്ക് അവിടെ കൊടുക്കാമെന്ന് ജസ്റ്റ് നിങ്ങളൊന്ന് നഴ്സിംഗ് ഇൻ്റർവെൻഷൻസ് മാത്രം ലിസ്റ്റ് ഔട്ട് ചെയ്ത് പോകുക. അത് ഞാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോൾ 2 രീതിയിലും എഴുതാം. ഇത് നമ്മുടെ കോളമൊക്കെ വരച്ച് വരുമ്പോഴത്തേക്ക് സമയം ഒരുപാട് എടുക്കും. അപ്പോൾ അതിനേക്കാളും നിങ്ങൾക്ക്
ബെറ്റർ എന്ന് പറയുന്നത് നഴ്സിംഗ് ഡയഗ്നോസിസ് എഴുതുക. നെക്സ്റ്റ് അതിൻ്റെ താഴെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഗോൾ എന്ന് പറഞ്ഞിട്ട് ഇൻക്രീസ്ഡ് ബ്ലഡ് ഷുഗർ ലെവൽ എന്നുള്ളതാണ് നഴ്സിംഗ് ഡയഗ്നോസിസ് വരുന്നതെങ്കിൽ വാട്ട് ഈസ് അവർ ഗോൾ? ടു റെഡ്യൂസ് ദ ബ്ലഡ് ഷുഗർ ലെവൽ അല്ലെ, ടു കൺട്രോൾ അല്ലെങ്കിൽ മെയിൻറ്റെയിൻ ദ നോർമൽ ബ്ലഡ് ഷുഗർ ലെവൽ. ദാറ്റ് ഈസ് അവർ ഗോൾ. നെക്സ്റ്റ് പ്ലാനിങ് ഓർ ഇന്റർവെൻഷൻ യു ക്യാൻ റൈറ്റ്. ഓക്കെ, വാട്ട് ക്യാൻ ബി ഡൺ ഫ്രം അവർ സൈഡ് ഫോർ ദ പേഷ്യൻറ്റ് ടു കൺട്രോൾ ദ ബ്ലഡ് ഷുഗർ ലെവൽ. അത് നമ്മൾ എല്ലാ പോയിന്റ്സും അവിടെ mention ചെയ്യുക. Okay, this is a way to answer 15 mark questions. Definitely if you follow this same pattern during examination, definitely I'm 100% I'm telling you will get 13 or 14 mark out of 15 marks. Okay, ഈ രീതിയിൽ നിങ്ങൾ കറക്റ്റായിട്ട് എഴുതുകയാണെങ്കിൽ I'm not telling you will get a 15 marks. No one will give 15 marks. Only for exceptional cases they may put 15. So I'm damn sure that you will get 13 or 14. Okay, if you are following these points and you are presenting in this way. Okay, and now I will show Brunner textbook to review diabetes mellitus. Okay, if you didn't study diabetes mellitus, you can see this one. Otherwise, if you know diabetes mellitus completely, no need to watch this one. You can skip this question and go to next question. Okay, here you can see diabetes. Okay, diabetes, actually two types of diabetes is there to study. That is diabetes mellitus and diabetes insipidus. No, they may ask question like a difference between diabetes mellitus and diabetes insipidus for 2 marks. So you have to have an idea. Okay, 2 mark questions എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ diabetes mellitus and diabetes insipidus എന്താണ് diabetes insipidus നിങ്ങൾക്ക് അറിയാം. That is we studied in endocrine system. Okay, diabetes insipidus നമുക്ക് അത് ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. It may be asked for 2 marks as well as diabetes insipidus may be asked for 5 marks also. So give importance for that question also. Now we will discuss what is mean by diabetes. You know the diabetes. What is diabetes? Most of the aged group persons are getting diabetes mellitus. What is mean by diabetes mellitus? A metabolic disorder. അല്ല, നമ്മുടെ ശരീരത്തിലെ മെറ്റബോളിസം ഇറഗുലർ ആകുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഡിസീസാണ് ഡയബറ്റീസ് മെലിറ്റസ് എന്ന് പറയുന്നത്. ഇറ്റ്സ് എ ഗ്രൂപ്പ് ഓഫ് metabolic diseases characterized by increased level of glucose in the blood. Okay, hyperglycemia. Diabetes mellitus എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊന്നുമല്ല, നോർമലി നമ്മൾ എന്ത് ഷുഗർ കണ്ടന്റ് അടങ്ങിയ, അതായത് ഗ്ലൂക്കോസ് അടങ്ങിയ, ഗ്ലൂക്കോസിന്റെ പല രൂപത്തിലുണ്ട്. ഗ്ലൂക്കോസിൽ സ്റ്റാർച്ച് ഉണ്ട്, ഡെക്സ്ട്രാൻ ഉണ്ട്, ലാക്ടോസ് ഉണ്ട്, സെല്ലുലോസ് ഉണ്ട്, സുക്രോസ് ഉണ്ട്, മൾട്ടോസ് ഉണ്ട്, അങ്ങനെ പല രൂപത്തിൽ ഷുഗർ ഉണ്ട്. അതെല്ലാം മെറ്റബോളൈസ് ചെയ്ത് ലാസ്റ്റ് ഫോം ആകുന്നത് ഏതാണ്? ഗ്ലൂക്കോസ് എന്നായിട്ടുള്ള ഏറ്റവും സിമ്പിൾ ഫോം ആയിട്ടുള്ള മോണോസാക്രൈഡിലാണ്. ഈ മോണോസാക്രൈഡായി ഗ്ലൂക്കോസ് എന്നുള്ള ഫോമിലായി കഴിയുമ്പോഴാണ് മെറ്റബോളിസം നടന്ന് അത് ഗ്ലൂക്കോസ് എന്നുള്ള ഫോമിലായി കഴിയുമ്പോൾ ഡൈജഷൻ നടന്ന് ഗ്ലൂക്കോസ് ആയിട്ടുള്ള ഫോമിലായി കഴിയുമ്പോഴാണ് ഇതിനെ നമ്മുടെ ബ്ലഡിലോട്ട് അബ്സോർബ് ചെയ്യുന്നത്. ആൻഡ് ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ഫോർ ദ എനർജി. ഓക്കെ, നമ്മുടെ ശരീരത്തിലെ ഓരോ സെല്ലിനും അതിനകത്ത് റിയാക്ഷൻസ്, കെമിക്കൽ റിയാക്ഷൻസ്, മെറ്റബോൾസ് ഒക്കെ നടക്കണമെങ്കിൽ എനർജി വേണം. സോ ടു പ്രൊഡ്യൂസ് ദാറ്റ് എനർജി ദിസ് ഗ്ലൂക്കോസ് ക്യാൻ ബി യൂസ്ഡ്. സോ അവർ മേജർ എനർജി സോഴ്സ് ഇസ് glucose only. But in some patients, some persons, it cannot be controlled. Okay, നമ്മൾ ഒരു ആഹാരം കഴിച്ച് നമുക്ക് ലാർജ് എമൗണ്ട് ഗ്ലൂക്കോസ് നമ്മുടെ ശരീരത്തിൽ കിട്ടിയാലും മേ ബി ആഫ്റ്റർ ഹാഫ് ആൻ അവർ ഇറ്റ് വിൽ റീച്ച് പീക്ക് ലെവൽ, ഏറ്റവും ഹയസ്റ്റ് ലെവലിൽ എത്തുകയും, പക്ഷേ എന്നാൽ അത് കഴിഞ്ഞ് ഓരോ അരമണിക്കൂർ കഴിയുമ്പോഴും അത് കുറഞ്ഞ് നോർമൽ ലെവലിലോട്ട്, നോർമൽ 80 to 120 mg/dl എന്നുള്ള ലെവലിലോട്ട് നോർമലിലോട്ട് എത്തിച്ചേരുകയും ചെയ്യും. ആസ് in normal persons, if we don't have any diabetes mellitus diseases, it will come down to normal level. Okay, but in some persons, because of some defects in their body, it cannot be controlled. ഈ കൂടി നിൽക്കുന്ന ഷുഗർ, ബ്ലഡ് ഗ്ലൂക്കോസ് എന്ത് ചെയ്യുന്നില്ല, നോർമൽ ലെവലിലോട്ട് എത്തുന്നില്ല. അതിനെയാണ് ഡയബറ്റീസ് മെലിറ്റസ് എന്ന് പറയുന്നത്. Okay, it's a group of metabolic diseases characterized by increased levels of glucose in the blood.
Okay, that is hyperglycemia resulting from defects. So it may be which hormone is controlling blood sugar level? That is insulin. നമ്മുടെ പാൻക്രിയാസ് എന്നുള്ള ഓർഗനിലുള്ള ബീറ്റാ സെൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇൻസുലിൻ എന്നുള്ള ഹോർമോണാണ് നമ്മുടെ ഈ ഷുഗറിനെ കൺട്രോൾ ചെയ്യുന്നത് അല്ലേ, ഷുഗറിൻ്റെ ലെവൽ നോർമലിലോട്ട് കൊണ്ടുവരുന്നത്. എങ്ങനെയാണ് ഈ ഷുഗറിനെ ഗ്ലൂക്കോസിനെ കൺവേർട്ട് ചെയ്ത് ഗ്ലൈക്കോജൻ ആക്കി മാറ്റി മസിൽസിലും ലിവറിലും ഒക്കെ സ്റ്റോർ ചെയ്യുന്നു അല്ലേ, അങ്ങനെയാണ് നമ്മുടെ ബ്ലഡിനകത്തുള്ള ഗ്ലൂക്കോസിൻ്റെ ലെവൽ നോർമലിൽ കൊണ്ടുവരുന്നത്. അപ്പോൾ ഈ ഡയബറ്റീസ് മെലിറ്റസ് ഉണ്ടാകാനുള്ള കാരണം ഒന്നുകിൽ ഈ ഇൻസുലിൻ്റെ സെക്രീഷൻ അവിടെ കുറവായിരിക്കും, അല്ലെങ്കിൽ നോർമലി നമ്മുടെ പാൻക്രിയാസ് ഇൻസുലിൻ സെക്രീറ്റ് ചെയ്യുന്നുണ്ടാവും, പക്ഷേ അതിൻ്റെ ആക്ഷൻ, അതിൻ്റെ പ്രവർത്തനം നടക്കുന്നില്ലായിരിക്കും. ഇതിലേതെങ്കിലും ഈ ഡിഫക്റ്റ് ഉള്ളത് കൊണ്ടായിരിക്കും ഈ ഒരു ബ്ലഡ് ഷുഗർ ലെവൽ നോർമലി വരാത്തത്. അപ്പം ഞാൻ നമ്മുടെ ഇത്രയും ഡീറ്റെയിൽസ് ആയിട്ട് ഞാൻ പറഞ്ഞു പോയി കഴിഞ്ഞാൽ നമുക്ക് ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് നോക്കാൻ പറ്റത്തില്ല. ഞാൻ ജസ്റ്റ് ഓരോ തവണ ഒന്ന് പറഞ്ഞു പോകാം, നിങ്ങൾ നോക്കുക. ദിസ് ഈസ് അവർ ഡെഫിനിഷൻ. I think you understood the topic. Okay. Next, അടുത്ത ഇൻസിഡൻസും കാര്യങ്ങളൊക്കെ ഇവിടെ പറഞ്ഞിട്ടുണ്ട്, അതിൻ്റെ ആവശ്യമില്ല നിങ്ങൾക്ക്. ഫസ്റ്റ് നിങ്ങൾക്ക് നെക്സ്റ്റ് നമുക്ക് റിസ്ക് ഫാക്ടേഴ്സ് ഫോർ ഡയബറ്റീസ് മെലിറ്റസ്. റിസ്ക് മീൻസ് ആസ് വെൽ ആസ് ആൻഡ് ക്യാൻ ബി കോൾഡ് as etiological factors or a causes. ഓക്കെ, സാധാരണ ആർക്കൊക്കെയാണ് ഡയബറ്റീസ് മെലിറ്റസ് ഉണ്ടാവുന്നത്? ഫാമിലി ഹിസ്റ്ററി ഓഫ് ഡയബറ്റീസ്. ദാറ്റ് മീൻസ് യുവർ പാരൻസ് ഓർ യുവർ സിബ്ലിങ്സ് വിത്ത് ഡയബറ്റീസ്. ഓക്കെ, നിങ്ങളുടെ അച്ഛനോ അമ്മയ്ക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ സഹോദരങ്ങൾക്കോ അപ്പൂപ്പനും അമ്മയ്ക്കോ ആർക്കെങ്കിലൊക്കെ ഡയബറ്റീസ് ഉണ്ടെങ്കിൽ there is a chance, it is not compulsory to get a diabetes, there is a chance to get diabetes. Even though whatever lifestyle changes and whatever maintenance, whatever exercise, whatever diet pattern you are following, if you have a family history of diabetes, there is a small percentage of risk to develop diabetes. That is the first point. Next one, if you are obese, if you have body weight more than your requirement, more than your equal 20% of your requirement, as per your height you need some weight, and as per your age you need to maintain some weight. If it is more than like if it is if you are obese, if it is more than 20% of your required weight, then it is obesity. There is a chance for developing diabetes mellitus. Next point is race, ethnicity. That means in some areas, actually if we are mentioning some areas like African Americans, Hispanic Americans, Native Americans, Asian Americans, Pacific Islanders, these people are more prone to get diabetes mellitus because of some ethnic reasons and their diet pattern and their climate changes, and everything will be affecting. Because of some races or ethnicity, there is a risk for developing diabetes because more cases are reported in that area. That's why it's telling us race or ethnicity. Okay, and moreover, next factor is the age more than 45 years. If your age is more than 45 years, then you may ask, it cannot be occurred in the during childhood. It can be, okay, but it is very rarely. Okay, കുട്ടികൾക്കൊക്കെ ഈ ഒരു ഡയബറ്റീസ് മെലിറ്റസ് ഉണ്ടാകാറുണ്ട്. കുഞ്ഞുങ്ങൾ ജനിക്കുമ്പോൾ തന്നെ കുട്ടികൾക്ക് ഡയബറ്റീസ് മെലിറ്റസോട് ജനിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്, ബട്ട് ഇറ്റ് ഈസ് എ റെയർ കേസ്. അവരുടെ കൺജനിറ്റൽ ഡിസോർഡേഴ്സ് കാണാം. കൺജനിറ്റീസ് മീൻ ബൈ കൺജനിറ്റൽ ബൈ ബർത്ത്. ഇഫ് someone is having any defect, then it is known as congenital. It is not only defect, if you have a talent also, that is known as congenital. By birth, whatever you are having, that is congenital. Okay, അപ്പോൾ നമ്മൾ ജനിക്കുന്ന സമയത്ത് നമ്മുടെ പാൻക്രിയാസിനോ അല്ലെങ്കിൽ ബീറ്റാ സെൽസിനോ എന്തെങ്കിലും ഡിഫക്റ്റ് ഉണ്ടെങ്കിൽ യു മേ ഗെറ്റ് ഡയബറ്റീസ് മെലിറ്റസ്. Okay, but it is more common, more riskful during or over 45 years. ഏജ്ഡ് ആകുമ്പോഴാണ് ഈ ഒരു റിസ്ക് കൂടുതലായിട്ട് ഉണ്ടാകുന്നത്. നമ്മുടെ ശരീരവും ഒരു മെഷീൻ പോലെയാണ്, ഉപയോഗിച്ച് വരുന്നതോറും പ്രായം ചെല്ലുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും, പല ഡിഫക്റ്റുകളും ഉണ്ടാകും. സോ അവിടെ ഡയബറ്റീസ് മെലിറ്റസ് ഉണ്ടാകാനുള്ള ചാൻസ് കൂടുതലാണ്. നെക്സ്റ്റ്, previously identified impaired fasting glucose or impaired glucose tolerance. അതുപോലെ തന്നെ നമുക്ക് മുന്നേ നമ്മുടെ അഡൾട്ട് ഏജിലോ ടീനേജിലോ അല്ലെങ്കിൽ അഡൾട്ട്ഹുഡ് ഏജിലോ എപ്പോഴെങ്കിലും നമുക്ക് ഫാസ്റ്റിംഗ് ഗ്ലൂക്കോസ് ലെവൽ ഇമ്പയർമെൻറ്റ് കണ്ടുപിടിച്ചു, പക്ഷേ അതൊരു ഡയബറ്റീസ് മെലിറ്റസ് ആയിട്ട് കൺഫേം ചെയ്തിട്ടില്ല എങ്കിൽ പോലും സ്റ്റിൽ യു ഹാവ് എ റിസ്ക് ടു ഡെവലപ്പ് diabetes mellitus. And the next factor is if you have hypertension. ചില ആൾക്കാർ പറയാറുണ്ട് BP ഇത്തിരി കൂടുതലാണ്, പക്ഷേ ഷുഗർ എല്ലാം കൺട്രോൾ, ബ്ലഡ് ഷുഗർ ഒക്കെ നോർമൽ ആണെന്ന് പറയും, ബട്ട് they are riskful to develop diabetes mellitus in the future. അല്ലേ, ഹൈപ്പർടെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ BP എത്രയ്ക്ക് മേലെ വരണം, 140/90 mmHg മേലെ വരുന്നതാണ് ഹൈപ്പർടെൻഷൻ എന്ന് പറയുന്നത്. ആൻഡ് ഇഫ് ദ BP ഈസ് മോർ ദാൻ 140/90 mmHg ഫോർ എ ലോങ് പീരീഡ്, they may develop diabetes mellitus in the future. Okay, next one.
If you have hypercholesterolemia, what is meant by hypercholesterolemia? That is HDL level cholesterol less than 35. HDL, high density lipoprotein, and LDL, that is low density lipoprotein. High density lipoprotein is a good cholesterol and it is needed for the heart health. Okay, നമ്മുടെ ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിന് നമുക്ക് വേണ്ട കൊളസ്ട്രോളാണ് HDL എന്ന് പറയുന്നത്. അത് 55 വരെയെങ്കിലും നമുക്ക് വേണം. 35 മുതൽ 55 വരെയെങ്കിലും നമുക്ക് വേണം. അത് ഇല്ല, if it is less than 35 mg per dl ആണെങ്കിൽ അതെന്ത് ചെയ്യാം, there is a chance to develop diabetes mellitus. As well as triglyceride level in blood, if you have triglyceride more than 250 mg per dl, then you are riskful for diabetes mellitus. And as well as when you were pregnant, that time you had a diabetes mellitus. That means what we will call the diabetes mellitus during gestational period, that is gestational diabetes. Okay, during pregnancy period lo, delivery time lo, അമ്മയിൽ ഡയബറ്റീസ് ഉണ്ടായിരുന്നു, മേ ബി ഇറ്റ് കെയിം ടു നോർമൽ ആഫ്റ്റർ ഡെലിവറി, അല്ല ഡെലിവറി കഴിയുമ്പോൾ അതെന്ത് ചെയ്യുന്നു, നോർമൽ ലെവലിൽ വന്നിട്ടുണ്ടാകാം. ബട്ട് യു ആർ റിസ്ക്ഫുൾ ഫോർ ഡെവലപ്പിംഗ് diabetes mellitus. These are the risk factors or etiological factors or causes of diabetes mellitus. Okay, നിങ്ങൾക്ക് മെൻഷൻ ചെയ്യാവുന്ന കാര്യമാണ്. അത് കഴിഞ്ഞാൽ പിന്നെ ക്ലാസിഫിക്കേഷനാണ് വരുന്നത്. ക്ലാസിഫിക്കേഷനാണ് നമ്മുടെ ക്വസ്റ്റ്യനിൽ ചോദിച്ചത്. അപ്പം അതിന് മുന്നേ തന്നെ അപ്പം ഞാൻ ഡയറക്റ്റ്ലി ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് ക്വസ്റ്റ്യനിലെ ടൈപ്സ് ആണ് ആദ്യം ചോദിച്ചതെങ്കിൽ നിങ്ങൾ ഇതുപോലെ ഡയബറ്റിസ് മെലിറ്റസ് എന്താണ് എന്ന് ആദ്യം ഒന്ന് ഡിസ്ക്രൈബ് ചെയ്യണം. അതിനുശേഷം ഈ റിസ്ക് ഫാക്ടേഴ്സ് ഒന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്യുക. ജസ്റ്റ് ഫാസ്റ്റ് ആയിട്ട്, നോ നീഡ് ടു ഗോ ഫോർ എക്സ്പ്ലനേഷൻ ഉണ്ട്, ജസ്റ്റ് മെൻഷൻ ഇറ്റ്. ഓക്കെ, ദെൻ യു ഗോ ഫോർ ക്ലാസിഫിക്കേഷൻ. Okay, type 1 and type 2, two types of diabetes is there. Okay, mainly the major classification of diabetes are type 1 diabetes and type 2 diabetes. Next, another some additional diabetes is there, that is gestational diabetes and diabetes mellitus associated with the other conditions or syndrome. These are the 4 types of diabetes mellitus. Type 1, type 2 and gestational diabetes. Next, diabetes mellitus associated with other conditions or syndromes. Okay, different types of diabetes mellitus vary in clinical course and treatment. ഇവിടെ നിങ്ങൾക്ക് ഈ ഒരു ചാർട്ടിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ എല്ലാ ടൈപ്പ് ഡയബറ്റിസ് മെലിറ്റസ് നിങ്ങൾക്ക് അവിടെ കാണാം. നിങ്ങളുടെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു, ഡയബറ്റിസ് മെലിറ്റസിൻ്റെ ക്ലാസിഫിക്കേഷൻ. ടൈപ്പ് 1, ദറ്റ് ഈസ് വെരി റെയർലി സീൻ ഇൻ ദ പേഷ്യൻറ്റ്, ലൈക്ക് 5 to 10% ഓഫ് ഓൾ ഡയബറ്റീസ്. എല്ലാ തരം ഡയബറ്റീസിൽ നോക്കിക്കഴിഞ്ഞാൽ ജസ്റ്റ് 5 മുതൽ 10% മാത്രം കാണപ്പെടുന്ന ഡയബറ്റീസ് ആണ് ഡയബറ്റീസ് ടൈപ്പ് 1 എന്ന് പറയുന്നത്. ഇതിന് തന്നെ ജുവനൈൽ ഡയബറ്റീസ്, ഇതാണ് ഈ ടൈപ്പ് 1 ആണ് കുഞ്ഞുങ്ങൾക്കുണ്ടാകുന്നത്. ബ്രിട്ടിൽ ഡയബറ്റീസ് എന്നോ ജുവനൈൽ ഡയബറ്റീസ് എന്നോ ഒക്കെ പറയാറുണ്ട്. അതിൻ്റെ അർത്ഥം ഇതിനെ മറ്റൊരു പേര് പറയുന്നത് ഇൻസുലിൻ ഡിപ്പെൻഡൻറ്റ് ഡയബറ്റീസ് മെലിറ്റസ്, IDDM. ഓക്കെ, ഇൻസുലിൻ ഡിപ്പെൻഡൻറ്റ് ഡയബറ്റീസ് മെലിറ്റസ്. അത് എപ്പോൾ വേണമെങ്കിലും വരാം. നീഡ് ഇൻസുലിൻ ടു പ്രിവെൻറ്റ്. അതായത് ഇവിടുത്തെ പ്രശ്നം ടൈപ്പ് 1 എന്ന് പറയുമ്പോൾ ഇവിടുത്തെ പ്രശ്നം എന്തെന്ന് പറഞ്ഞാൽ നമ്മുടെ പാൻക്രിയാസിൽ നിന്നും ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. ഓക്കെ, പാൻക്രിയാസിൽ നിന്ന് ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ നമ്മൾ ഇൻസുലിൻ അവിടെ അഡ്മിനിസ്റ്റർ ചെയ്യേണ്ടി വരും. ഇതാണ് ടൈപ്പ് 1 എന്ന് പറയുന്നത്. നെക്സ്റ്റ് ടൈപ്പ് 2 എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ആളുകളിലും കാണപ്പെടുന്ന ഡയബറ്റീസ് മെലിറ്റസ് ആണ് ടൈപ്പ് 2. ദറ്റ് ഈസ് 90 to 95% ഓഫ് ഓൾ ഡയബറ്റീസ് ആൻഡ് ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് ഒബീസിറ്റി. കൂടുതൽ 80% ആൾക്കാർക്കും ഉണ്ടാകുന്ന ഒബീസിറ്റി കാരണമാണ്. പിന്നെ നോൺ ഒബീസ് എന്ന് പറയുമ്പോഴത്തേക്ക് ബാക്കിയുള്ളത് ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്കാണ്. നോൺ ഇൻസുലിൻ ഡിപ്പെൻഡൻറ്റ് ഡയബറ്റീസ്, അതാണ് മറ്റൊരു പേര്. നോൺ ഇൻസുലിൻ ഡിപ്പെൻഡൻറ്റ് ഡയബറ്റീസ് എന്നാണ് അടുത്ത് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് ഡയബറ്റീസ് മെലിറ്റസ് അസോസിയേറ്റ് വിത്ത് അതർ ഡിസീസസ്. നേരത്തെ പറഞ്ഞതുപോലെ ഹോർമോണൽ ഡിസീസസ്, പാൻക്രിയാറ്റിക് ഡിസീസസ്, അല്ലെങ്കിൽ ഹൈപ്പർ ടെൻഷൻ, ഹൈപ്പർ കൊളസ്ട്രോളീമിയ, ഹാർട്ട് ഡിസീസസ്, ഇതിൻ്റെയൊക്കെ ഫലമായിട്ട് ലേറ്റർ സ്റ്റേജസിൽ ഉണ്ടാകുന്ന ഡയബറ്റീസ് മെലിറ്റസ്. നെക്സ്റ്റ് ഉണ്ടാകുന്നതാണ് ജസ്റ്റേഷണൽ ഡയബറ്റീസ്. ഇറ്റ്സ് ഫൗണ്ട് ഓൺലി ഡ്യൂറിങ് പ്രഗ്നൻസി. സെക്കൻഡ് സെമസ്റ്ററിലോ തേർഡ് സെമസ്റ്ററിലോ സെക്കൻഡ് ട്രൈമസ്റ്ററിലോ തേർഡ് ട്രൈമസ്റ്ററിലോ പ്രഗ്നൻസി പീരീഡിലുണ്ടാകുന്ന അമ്മയ്ക്കുണ്ടാകുന്ന ഡയബറ്റീസാണ് ജസ്റ്റേഷണൽ ഡയബറ്റീസ് എന്ന് പറയുന്നത്. ഈ അമ്മ ഇപ്പോൾ ഒരു 1 word ക്വസ്റ്റ്യൻ ചോദിക്കാവുന്നതാണ്.
അമ്മ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് അമ്മയ്ക്ക് ജസ്റ്റേഷണൽ ഡയബറ്റീസ് ഉണ്ടായിരുന്നു എങ്കിൽ കുഞ്ഞ് ജനിക്കുമ്പോൾ കുഞ്ഞിന് എന്തിനുള്ള റിസ്ക് ആണുള്ളത്? ഹൈപ്പർ ഗ്ലൈസീമിയ ഉണ്ടാകാനുള്ള റിസ്ക് ആണോ ഹൈപ്പോഗ്ലൈസീമിയ ഉണ്ടാകാനുള്ള റിസ്ക് ആണോ ഉള്ളത് എന്ന് പറഞ്ഞിട്ടൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം. കറക്റ്റ് ആൻസർ ഈസ് ഹൈപ്പോഗ്ലൈസീമിയ. കാരണം അമ്മയ്ക്ക് ഷുഗർ ലെവൽ കൂടി നിൽക്കുമ്പോൾ അവർക്ക് എന്ത് നമ്മൾ അഡ്മിനിസ്റ്റർ ചെയ്യും? ഷുഗർ കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഇൻസുലിൻ നമ്മൾ അഡ്മിനിസ്റ്റർ ചെയ്യും. ഈ ഇൻസുലിൻ കുഞ്ഞിൻ്റെ ശരീരത്തിലുള്ള ഷുഗർ ലെവലിനെ കുറയ്ക്കും. അപ്പോൾ so there is a chance for developing hypoglycemia. Okay, should be noted. അപ്പോൾ ഇതാണ് മെയിൻ ആയിട്ടുള്ള ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ടൈപ്പ് 1ഉം ടൈപ്പ് 2 ഒന്ന് ഡീറ്റെയിലി എക്സ്പ്ലെയിൻ ചെയ്യാം. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് ഇവിടെ വായിച്ചു നോക്കിക്കഴിഞ്ഞാലുണ്ട്. ഇല്ല നമ്മുടെ സ്ക്രാഷ് കോഴ്സിലുള്ള കുട്ടികൾക്ക് ഞാൻ ഷോർട്ട് നോട്ട്സ് തന്നിരുന്നു, അത് വായിച്ചു നോക്കുക. ടൈപ്പ് 1 ടൈപ്പ് 2ഉം ജസ്റ്റേഷണൽ ഡയബറ്റീസ് മെൽറ്റസ്, ഞാനതെല്ലാം വായിക്കാൻ നിന്നെങ്കിൽ നമുക്ക് ബാക്കിയുള്ള ക്വസ്റ്റ്യൻ നോക്കാൻ സമയം കിട്ടത്തില്ല. അതൊന്ന് വായിച്ചു നോക്കുക. ഓക്കെ, ജസ്റ്റ് അത് ഇത്രയും എക്സ്പ്ലനേഷൻ വേണ്ട, ജസ്റ്റ് ഒന്ന് അത്യാവശ്യം വേണ്ട പോയിന്റ്സുകൾ എഴുതുക. ഇനി ഇവിടെ പറഞ്ഞിരുന്നത് പ്രിവെൻഷൻ്റെ കാര്യം പറയുന്നുണ്ട്. പ്രിവെൻഷൻ നമുക്ക് അത് കുറച്ചുകൂടി കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം, എങ്ങനെയൊക്കെ നമുക്ക് ഡയബറ്റീസ് മെൽറ്റസ് പ്രിവെൻറ്റ് ചെയ്യാന്നുള്ളത്. അതിന് മുമ്പേ അടുത്ത് ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷൻസ്. ഇവിടെ നിങ്ങൾക്ക് ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷൻസ് ചോദിച്ചിട്ടില്ല, സമയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാർക്കിനനുസരിച്ച് കണ്ടന്റ് തികയ്ക്കാൻ പറ്റിയിട്ടില്ല എങ്കിൽ ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷൻസ് അവിടെ ആഡ് ചെയ്യാം. മെയിൻലി hyperglycemia. The first clinical manifestation is hyperglycemia, and the symptoms of diabetes include 3 P's. Very, very important. What are the 3 P's in the clinical manifestation of diabetes mellitus? What are they? That is polyuria, polydipsia, പോളിഫേജി. ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. പേഷ്യൻറ്റിന് അധികം യൂറിൻ ഔട്ട്പുട്ട് ഉണ്ടാകുന്നു, അധികം ദാഹമുണ്ടാകുന്നു, അധികം വിശപ്പുണ്ടാകുന്നു. പോളിയൂറിയ മീൻസ് ഇൻക്രീസ്ഡ് യൂറിനേഷൻ, പോളിഡിപ്സിയ മീൻസ് ഇൻക്രീസ്ഡ് തേഴ്സ്റ്റ്, polyphagia means increased appetite. These are the main important 3 P's in the diabetes mellitus. Okay, next clinical manifestation. പിന്നെ ഹൈപ്പർഗ്ലൈസീമിയ ഉണ്ടാകുന്നു, വീക്ക്നെസ് ഉണ്ടാകുന്നു, സഡൻ വിഷൻ ചേഞ്ചസ് ഉണ്ടാകുന്നു, ടിംഗ്ലിംഗ് ഓർ നംനെസ് ഇൻ ഹാൻഡ് ആൻഡ് ഫീറ്റ് ഉണ്ടാകുന്നു, ഡ്രൈ സ്കിൻ ആകുന്നു, സ്കിൻ ലീഷൻസ് ഓർ വൂൺസ്, മുറിവുകൾ ഉണ്ടാകുമ്പോൾ പെട്ടെന്ന് ഉണങ്ങുന്നില്ല, റെക്കറൻറ്റ് ഇൻഫെക്ഷൻസ് ഉണ്ടാകുന്നു, മേ ബി ചിലപ്പോൾ വെയ്റ്റ്ലെസ് ഉണ്ടാകാം, വെയിറ്റ് ലോസ് ഉണ്ടാകാം, നോസിയ ഉണ്ടാകാം, വോമിറ്റിംഗ് ഉണ്ടാകാം, അബ്ഡോമിനൽ പെയിൻ ഉണ്ടാകാം. ഇതൊക്കെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സിംറ്റംസ് ആണ്. ഇതൊക്കെ ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷൻസ് ആണ്, അത് മെൻഷൻ ചെയ്യുക. ഇനി അടുത്ത ഡയഗ്നോസ്റ്റിക് വാല്യൂഷൻ ഉണ്ട്. ആക്ച്വലി നിങ്ങൾക്ക് ഇവിടെ ഡയഗ്നോസ്റ്റിക് വാല്യൂഷൻ ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടില്ല, ബട്ട് ദേ മേ ആസ്റ്റ്. ഓക്കെ, നെക്സ്റ്റ് വേറൊരു ക്വസ്റ്റ്യൻ പേപ്പർ വരുമ്പോൾ ഡയബറ്റീസ് മെൽലിറ്റസ് എന്നുള്ള ടോപ്പിക്കാണ് നമ്മളിവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എടുത്ത് പഠിക്കേണ്ടത്. സോ യു സ്റ്റഡി ഫോർ അസസ്മെൻറ്റ് ആൻഡ് ഡയഗ്നോസിസ്. ഫസ്റ്റ് വി ഓൾവേസ് വിൽ go for history collection, physical examination. Don't write short form in your exam, you always write full form. History collection, physical examination. Okay, അതിനകത്ത് ഹിസ്റ്ററി കളക്ട് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് അവിടെ എഴുതാം ഒബീസിറ്റി, ഏജ് ഫാക്ടർ ആൻഡ് ഓക്യുപ്പേഷണൽ ഹിസ്റ്ററി, അതർ ഡിസീസസ്, ഫാമിലി ഹിസ്റ്ററി, previous past medical history, everything we collected. History collection. Physical examination you see for the body, dry skin, and ask for the symptoms, polydipsia, polyphagia, polyuria, and tingling sensation, and any wound without healing. ഇതെല്ലാം നിങ്ങൾക്ക് നോക്കാം ഫിസിക്കൽ എക്സാമിനേഷൻ. നെക്സ്റ്റ് അത് കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യുക? ഗ്ലൂക്കോസ് ടോളറൻസ് ടെസ്റ്റ്, GTT, ഗ്ലൂക്കോസ് ടോളറൻസ് ടെസ്റ്റ് വഴിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഷുഗർ ലെവൽ അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യുന്നത്. ഫാസ്റ്റിങ്ങിലിരുന്ന പേഷ്യൻറ്റ് അവരെ ചെന്ന് ഫാസ്റ്റിങ്ങിലുള്ള ബ്ലഡ് കൊടുക്കുന്നു, അതിൽ ഷുഗർ നോക്കുന്നു. അത് കഴിഞ്ഞിട്ട് ആഹാരം കഴിക്കുന്നു, അല്ലെങ്കിൽ 70 ഗ്രാം ഷുഗർ കുടിക്കുന്നു, ഷുഗറുള്ള വെള്ളം കുടിക്കുന്നു. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുന്നു? ഷുഗർ ലായനി കുടിച്ചതിന് ശേഷം എന്ത് ചെയ്യുന്നു? അതിന് ഒരു മണിക്കൂറോ അല്ലെങ്കിൽ 1 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഒരു സാമ്പിൾ എടുക്കുന്നു. ഒരു സാമ്പിൾ എടുത്ത് അതിൻ്റെ പീക്ക് ലെവൽ ഷുഗർ ഏതുവരെ പോയി എന്ന് നോക്കുന്നു. വീണ്ടും അരമണിക്കൂർ ഇടവിട്ട് 2-3 തവണ കൂടെ നമ്മൾ ഷുഗർ ലെവൽ ചെക്ക് ചെയ്യുമ്പോൾ ആ ഷുഗർ ലെവൽ തിരിച്ച് നോർമൽ ലെവൽ എത്തുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് നോക്കുക. എത്തുന്നില്ല എങ്കിൽ അത് ഡയബറ്റീസും, എത്തുന്നുണ്ടെങ്കിൽ നോർമലും ആണ്. ഓക്കെ, അങ്ങനെ നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത് പ്രധാനമായിട്ടുള്ള ഡയഗ്നോസ്റ്റിക് ക്രൈറ്റീരിയയിലുള്ളതാണ്. ഫാസ്റ്റിംഗ് പ്ലാസ്മ ഗ്ലൂക്കോസ്, ഓറൽ ഗ്ലൂക്കോസ് ടോളറൻസ് ടെസ്റ്റ് അടുത്ത് ചെയ്യേണ്ടതാണ്. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ മാനേജ്മെൻ്റ് ആണ്. മെയിൻ ഗോൾ ഓഫ് ഡയബറ്റീസ് മെൽലിറ്റസ് ഈസ് ടു കൺട്രോൾ ദ ഷുഗർ ലെവൽ, ഗ്ലൂക്കോസ് ലെവൽ കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ്. ടു പ്രിവെൻറ്റ് കോംപ്ലിക്കേഷൻസ്. എന്തൊക്കെയാണ് കോംപ്ലിക്കേഷൻസ് വരാൻ ചാൻസ് ഉള്ളത്? ഡയബറ്റീസിൽ വരുന്ന കോംപ്ലിക്കേഷൻസ് ആണ് റെറ്റിനോപ്പതി, നെഫ്രോപ്പതി, ന്യൂറോപ്പതി. 3 പതികൾ അല്ല. ഏതൊക്കെയാണ് കോംപ്ലിക്കേഷൻസ്? റെറ്റിനോപ്പതി, ഫസ്റ്റ് വൺ, ഇഫ് യു ഡിൻ കൺട്രോൾ ദ ഷുഗർ ലെവൽ ഇൻ യുവർ ബോഡി, it will affect your eye.
ഓക്കെ, കണ്ണിൻ്റെ കാഴ്ചയെ അത് ബാധിക്കുന്നു, കണ്ണിൻ്റെ റെറ്റിനെ അത് നശിപ്പിക്കുന്നു. നെക്സ്റ്റ് വൺ നെഫ്രോപ്പതി. ദാറ്റ് മീൻസ് ഇഫ് യു ഹാവ് നോട്ട് കൺട്രോൾഡ് ഡയബറ്റീസ് മെൽറ്റസ് ഓർ ബ്ലഡ് ഷുഗർ ലെവൽ ഇറ്റ് വിൽ ഡാമേജ് യുവർ കിഡ്നി കംപ്ലീറ്റ്ലി ഫെയിലിയർ ആകും. അതിനെ നെഫ്രോപ്പതി എന്ന് പറയുന്നു. നെക്സ്റ്റ് വൺ, ഇഫ് യു ഡിൻ കൺട്രോൾ ദ ബ്ലഡ് ഷുഗർ ലെവൽ ഇറ്റ് വിൽ ഡാമേജ് യുവർ നെർവസ് സിസ്റ്റം. ദാറ്റ് മീൻസ് യുവർ ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡ്. ദാറ്റ് ഈസ് ന്യൂറോപ്പതി. ആൻഡ് as well as it will damage your peripheral nervous system also. നിങ്ങളുടെ പെരിഫറൽ സെൻസറി ഓർഗൻസിനെയും ഇത് എഫക്റ്റ് ചെയ്യും. ദീസ് ആർ ദ 3 മെയിൻ കോംപ്ലിക്കേഷൻസ് ഓഫ് ദ ഡയബറ്റീസ് മെൽറ്റസ്. ഓക്കെ, സോ ഡിഫറെൻറ്റ് മാനേജ്മെൻറ്റ്സ് ആർ ദെയർ. നമുക്ക് ഫാർമക്കോളജിക്കൽ മാനേജ്മെൻറ്റിൽ പോയി കഴിഞ്ഞാൽ ഡയറ്റൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫാർമക്കോളജിക്കൽ മാനേജ്മെൻറ്റ് ഷോർട്ടായിട്ട് ഇവിടെ ഉണ്ടായിരുന്നു. ഓക്കെ, ദിസ് ഈസ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇൻസുലിൻ. ഇഫ് യു നോ ഓറൽ ഹൈപ്പോഗ്ലൈസീമിക് ഡ്രഗ്സ് ആർ ദെയർ ടു കൺട്രോൾ ബ്ലഡ് ഷുഗർ ലെവൽ. അതിൻ്റെ ചാർട്ട് ഇവിടെ ഉണ്ട്. ഒന്ന് നിങ്ങൾ ബ്രണ്ണർ ടെക്സ്റ്റ് ബുക്ക് ഉണ്ടെങ്കിൽ ഒന്നുകൂടി നോക്കുക കേട്ടോ. ഓറൽ ഹൈപ്പോഗ്ലൈസെമിക് ഡ്രഗ്സ്, മെറ്റ്ഫോമിംഗ് പോലെയുള്ള ഓറൽ, ദിസ് ഈസ് ദ വൺ. ഓക്കെ, ഓറൽ ആൻറ്റി ഡയബറ്റിക് ഏജൻറ്റ്സ്. ഫസ്റ്റ് ജനറേഷൻ സൾഫണൈൽ യൂറിയാസ് ഉണ്ട്, പിന്നെ സെക്കൻഡ് ജനറേഷൻ സൾഫണൈൽ യൂറിയാസ് ഉണ്ട്. ഗ്ലിമിപ്പേഡ് ഇറ്റ്സ് എ കോമൺലി യൂസ്ഡ് ഓറൽ ഹൈപ്പോഗ്ലൈസെമിക് ഡ്രഗ്സ്. നിങ്ങൾ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പോകണമെന്നില്ല. ഫാർമക്കോളജിക്കൽ മാനേജ്മെൻറ്റിനകത്ത് നിങ്ങൾക്ക് എഴുതാം ഓറൽ ആൻറ്റിബയോട്ടിക് ഡ്രഗ്സ്. അതായത് ടാബ്ലറ്റ് ഫോമിലാണ് നമ്മൾ ആദ്യം എന്ത് ചെയ്യുന്നത്, ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഹൈപ്പോഗ്ലൈസെമിക് ഡ്രഗ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിൽ കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ല എങ്കിലാണ് എന്ത് ചെയ്യുന്നത്, പിന്നെ നമ്മൾ ഇൻസുലിൻ ഇൻഫ്യൂഷനിലോട്ട് അല്ലെങ്കിൽ ഇൻസുലിൻ ഇഞ്ചക്ഷനിലോട്ട് പോകുന്നത്. ഇൻസുലിൻ രാവിലെയും വൈകിട്ടും 2 നേരത്തിൽ കുറച്ച് യൂണിറ്റ്സുകൾ ബേസ്ഡ് ഓൺ യുവർ ഷുഗർ ലെവൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇൻസുലിൻ പേഷ്യൻറ്റിനോട് അഡ്മിനിസ്റ്റർ ചെയ്യാൻ പറയുന്നു. ഇൻസുലിൻ്റെ ക്ലാസിഫിക്കേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളൊന്ന് ജസ്റ്റ് നോക്കി വയ്ക്കുക. റാപ്പിഡ് ആക്ടിങ് ഇൻസുലിൻ ഉണ്ട്, ഷോർട്ട് ആക്ടിങ് ഇൻസുലിൻ ഉണ്ട്, ഇൻ്റർമീഡിയറ്റ് ആക്ടിങ് ഇൻസുലിൻ ഉണ്ട്, വെരി ലോങ് ആക്ടിങ് ഇൻസുലിൻ ഉണ്ട്. ബാക്കി നിങ്ങൾ എത്രയും പഠിച്ചില്ലെങ്കിലും ഇതിനൊരു എക്സാമ്പിൾ റാപ്പിഡ് ആക്ടിങ് ലിസ്പ്രോ, ഷോർട്ട് ആക്ടിങ് ലൈക്ക് ഹ്യൂമലോഗ്, ഇൻ്റർമീഡിയറ്റ് ആക്ടിങ് NPH, നെക്സ്റ്റ് വെരി ലോങ് ആക്ടിങ് ഡിറ്റർമിർ എന്നുള്ള ഓരോ എക്സാമ്പിൾ നിങ്ങൾ പഠിച്ചു വെക്കുക. ദിസ് ഈസ് ഓൾ അബൌട്ട് ഫാർമക്കോളജിക്കൽ മാനേജ്മെൻറ്റ്. നെക്സ്റ്റ് അവർ മെഡിക്കൽ മാനേജ്മെൻറ്റിനകത്ത് വരുന്നത് ഫസ്റ്റ് വൺ ഈസ് ടു കൺട്രോൾ യുവർ ഡയറ്റ്. ഓക്കെ, മെയിൻ തിങ് ഈസ് കൺട്രോൾ യുവർ ഡയറ്റ്. യു ഷുഡ് ടേക്ക് എ ബാലൻസ്ഡ് ഡയറ്റ്. ദറ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ദാറ്റ്സ് ഫസ്റ്റ് വൺ ഈസ് ന്യൂട്രീഷൻ തെറാപ്പി. നിങ്ങളുടെ ക്വസ്റ്റ്യൻ ഞാനിപ്പോൾ തൊട്ട് മുന്നേ കാണിച്ച ക്വസ്റ്റ്യനിൽ സെക്കൻഡ് പാർട്ട് ക്വസ്റ്റ്യൻ അതായിരുന്നു, ഹൗ യു ക്യാൻ കൺട്രോൾ ഷുഗർ ലെവൽ. ദാറ്റ് മീൻസ് വാട്ട് എഡ്യൂക്കേഷൻ patient teaching you will give for the patient to control lifestyle, to make changes in the lifestyle, diet, exercise and to prevent complications. So first one is nutritional therapy. അവിടെ നമ്മൾ മീൽ പ്ലാൻ ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാർബൺ എന്താ പറയുക, നമ്മുടെ സ്റ്റാർച്ച് അല്ലെങ്കിൽ ഷുഗർ അല്ലെങ്കിൽ ഗ്ലൂക്കോസ് അടങ്ങിയ ഡയറക്റ്റ്ലി കൺവേർട്ടബിൾ ആയിട്ടുള്ള ഗ്ലൂക്കോസ് അടങ്ങിയ ആഹാരങ്ങൾ നമ്മൾ കുറയ്ക്കുക. അതുകൊണ്ടാണ് നമ്മളടുത്ത് എന്ത് പറയുന്നത്, റൈസ് കുറയ്ക്കാൻ പറയുന്നത്. കാരണം റൈസ് ഈസ് വെരി ഈസിലി ഡൈജസ്റ്റബിൾ. നമ്മുടെ ഈസി ആയിട്ട് അത് കൺവേർട്ട് ചെയ്ത് എന്ത് ചെയ്യുന്നു, സ്റ്റാർച്ച് കൺവേർട്ട് ചെയ്ത് ഗ്ലൂക്കോസായി മാറുകയും ബ്ലഡിലെ ഗ്ലൂക്കോസ് ലെവൽ കൂടുകയും ചെയ്യും. പക്ഷേ അതേസമയം നമ്മൾ വീറ്റാണ് എടുക്കുന്നതെങ്കിൽ, വീറ്റ്, റാഗി, ഇതുപോലെ ബാർലി ഇതുപോലെയുള്ള സാധനങ്ങളാണ് എടുക്കുന്നതെങ്കിൽ ദിസ് ഓൾസോ ഈസ് മെയ്ഡ് അപ്പ് ഓഫ് സ്റ്റാർച്ച് ഒള്ളി, ബട്ട് ഇറ്റ് ഹാവ് ഫൈബേഴ്സ്, ഡയറ്ററി ഫൈബേഴ്സ് കൂടുതലായിട്ടുള്ളത് കൊണ്ട് ഡയറ്ററി ഫൈബേഴ്സിൻ്റെ പ്രത്യേകത ആണ്, ഇറ്റ് കെൻ നോട്ട് ബി കൺവേർട്ടഡ് ഇൻ ടു ഗ്ലൂക്കോസ് ഡയറക്ട്ലി. അത് അത്ര പെട്ടെന്ന് ബ്ലഡ് ഷുഗർ ലെവൽ കൂട്ടത്തില്ല. കാരണം ഇതിലുള്ള ഗ്ലൂക്കോസ് കണ്ടന്റ് എന്ന് പറയുന്നത് സെല്ലുലോസ് ആയിട്ട് ഫൈബേഴ്സ് ആയിട്ടുമാണ് കാണപ്പെടുന്നത്. അപ്പോൾ ഇല ഉൽപ്പന്നങ്ങൾ അല്ലെങ്കിൽ നാര് അടങ്ങിയ ആഹാരങ്ങളിലൊക്കെ ഡയറ്ററി ഫൈബർ കൂടുതലാണ്. ഈ ആഹാരങ്ങളിൽ എന്ത് ചെയ്യില്ല, എത്ര പെട്ടെന്ന് ബ്ലഡ് ഷുഗർ ലെവൽ നമ്മുടെ ശരീരത്തിൽ കൂട്ടത്തില്ല. പക്ഷേ റൈസ് അങ്ങനെയല്ല, ഇറ്റ്സ് ഹാവിങ് ലെസ് ഫൈബർ ആൻഡ് ഇറ്റ് ഈസ് ഹാവിങ് മോർ സ്റ്റാർച്ച്. ഇറ്റ്സ് റെഡിലി കൺവേർട്ടബിൾ ഇൻ ടു ഗ്ലൂക്കോസ് ആയിട്ട് പെട്ടെന്ന് കൺവേർട്ട് ചെയ്ത് ബ്ലഡിൻ്റെ ഷുഗർ ലെവൽ കൂട്ടാനും പറ്റും. അതുകൊണ്ട് അത് അവോയ്ഡ് ചെയ്യുക, അല്ലെങ്കിൽ മാക്സിമം റെഡ്യൂസ് ചെയ്യുക. യു ആഡ് മോർ ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് ഇൻ ദ ഡയറ്റ് ആൻഡ് റെഗുലേറ്റ് യുവർ ടൈം പീരീഡ് ആൻഡ് ഡോണ്ട് ടേക്ക് ഇൻ ബിറ്റ്വീൻ. എപ്പോഴുമായിട്ട് എന്ത് ചെയ്യരുത്, നമ്മൾ ഡയറ്റ് എടുക്കരുത്. അതായത് അപ്പോഴെപ്പോഴായിട്ട് ഒരു അരമണിക്കൂർ 1 മണിക്കൂർ ഇടവിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇടവിട്ട് ആഹാരം കഴിക്കരുത്. ഒരു ടൈം പീരീഡ് വെച്ച് കറക്റ്റ് ടൈമിൽ കറക്റ്റ്
കറക്റ്റ് അളവ് ആഹാരം കഴിക്കുക. അത് ഡയറ്റീഷ്യൻ്റെ ഒരു റെഫറൻസോട് കൂടി അതിൻ്റെ ഒരു ഡയറ്റ് ചാർട്ട് ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. എന്തൊക്കെ ആഹാരങ്ങൾ ഡയബറ്റീസ് ഉള്ള ആൾക്കാർ എവിടെയുണ്ട്. സ്റ്റാർച്ച് 2 സ്ലൈസ് ബ്രെഡ്, ഒരു സാമ്പിളാണ്, ലഞ്ചിനുള്ള സാമ്പിളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ കഴിക്കുന്ന ആഹാരമൊന്നും അല്ല, പക്ഷേ എന്നാലും അവിടെ എന്താണ്, അവിടെ കൂടുതലും അവർ അരിയുടെ ആഹാരങ്ങൾ അല്ലെങ്കിൽ സ്റ്റാർച്ചയുടെ ആഹാരങ്ങൾ കുറച്ചിട്ട് ചിക്കനോ മട്ടനോ മീറ്റോ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കൂട്ടി, വെജിറ്റബിൾസ് കൂട്ടി, ഫാറ്റ് 1 സ്പൂൺ മാത്രമാക്കി, ഫ്രൂട്ട്സ് ഒരു മീഡിയം എന്തെങ്കിലും ഒരു ഫ്രൂട്ട്സ്, അങ്ങനെയുള്ള അൺസ്വീറ്റൻഡ് ആയിട്ടുള്ള ഐറ്റംസ് ഇങ്ങനെയൊക്കെ ഉള്ളതാണ് കൂടുതലായിട്ട് അവരവിടെ ആഡ് ചെയ്യേണ്ടത്. സാമ്പിൾ ലിസ്റ്റുകളാണ് കൊടുത്തിരിക്കുന്നത്. സ്റ്റാർച്ച് ഐറ്റം ഷുഡ് ബി റെഡ്യൂസ്ഡ്. അത് നമുക്ക് മെയിൻ
you.